കഴിഞ്ഞ ആഴ്ച മനസ്സിനെ ഏറെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ കൗൺസിലിങ്ങിനായി വരികയുണ്ടായി. അവരുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി കാർ ഒരു ദിവസത്തേക്ക് ഓടിക്കാൻ സമ്മതിച്ചില്ല എന്ന കാരണത്താൽ, ഈ കുട്ടിക്ക് 14 വയസ്സേ ഉള്ളൂ കേട്ടോ, ലൈസൻസ് ഇല്ല, പക്ഷെ ലോക്കലായിട്ടുള്ള റോഡ് വഴി കാർ ഒന്ന് ഓടിക്കാൻ കൊടുക്കുമോ എന്ന് പിതാവിനോട് ചോദിച്ചു. പിതാവ് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അന്ന് വൈകിട്ട് കുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ പിതാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാഡം, എന്താണ് സ്നേഹത്തിൻ്റെ അളവ് പോലെ? എൻ്റെ മോൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ച് അത് നിങ്ങൾക്കൊരു 5 മിനിറ്റ് പോലും ചെയ്തു തരാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾക്ക് ചേട്ടനോടാണ് സ്നേഹം. ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ചേട്ടൻ എന്തൊക്കെ കൊടുത്തോ അതെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ തൃപ്തിപ്പെടുത്താനായിട്ട് ഞങ്ങൾ മിക്കവാറും ഇവൻ ചോദിക്കുന്ന എല്ലാം സാധിച്ചും കൊടുക്കാറുണ്ടായിരുന്നു. ചങ്കിൽ കുത്തുന്ന അനുഭവമായി പോയി മാഡം. മറക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ചോദിക്കുന്നതെല്ലാം അപ്പാടെ കൊടുക്കുന്നതാണോ മാതാപിതാക്കളുടെ സ്നേഹം? അതാണോ മക്കൾ അളവുകോലായിട്ട് എടുക്കേണ്ടത്? ഞാൻ പറയുന്ന കാര്യമുണ്ട്, ക്ലാസ് എടുക്കുമ്പോൾ പോലും ഒരു കാര്യം ചോദിച്ചാൽ അത് ഇടയ്ക്കൊക്കെ ഒന്ന് നോ എന്ന് പറയണം. കാരണം അതിൽ പിടിച്ചു നിൽക്കാൻ കുഞ്ഞുങ്ങൾ പഠിക്കണം. ഇല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞ് എപ്പോഴാണ് നമ്മൾ വലിയൊരു നോ പറയുന്നത്, അന്ന് അവർ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം. മാതാപിതാക്കളെ ഒരുപാട് ആശ്വസിപ്പിച്ചാണ് തിരിച്ചയച്ചത്. ഒരു കുഞ്ഞിൻ്റെ നഷ്ടം താങ്ങാനാവില്ല എന്നറിയാമായിരുന്നു. എങ്കിൽ കൂടെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചോദിക്കുന്ന അപ്പാടെ വാങ്ങിച്ചു തരുന്നതല്ല കേട്ടോ ശരിക്കുമുള്ള സ്നേഹം. മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തുന്ന എന്താണെന്ന് കൂടെ തിരിച്ചറിയാനൊന്ന് ശ്രമിച്ചാലോ. എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു കാര്യമായിട്ടിത് തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നന്ദി.